മേപ്പാടി റേഞ്ചിൽ തന്നെ ഏറ്റവും കൂടുതൽ വന്യമൃഗ പ്രശ്നങ്ങളുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ വൈത്തിരി ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിൽ വരുന്ന സ്ഥലങ്ങൾ. അതായത് നമുക്ക് ലക്കിടി മുതൽ ഈ നല്ലന്നൂർ തൃക്കൈപ്പറ്റ വരെ ഉള്ള ഭാഗങ്ങൾ കവർ ചെയ്യേണ്ടതുണ്ട്. അതിൽ തന്നെ ഏറ്റവും ഈ കാട്ടാനകൾ ഇറങ്ങുന്ന ഏറ്റവും രൂക്ഷമായിട്ടുള്ള പ്രശ്നങ്ങളുള്ള സ്ഥലമാണ് ഈ പൂളക്കുന്ന്, ചെമ്പ്ര, എളമ്പിലേരി മലനിരകള്, അതുപോലെ നമ്മുടെ ആനപ്പാറ, അറമല ഭാഗങ്ങളിൽ. ഇവിടെയൊക്കെ നമ്മളെ സ്റ്റാഫും വൈത്തിരി സ്റ്റേഷൻ സ്റ്റാഫും RRTയും അതുപോലെ പിന്നെ ആവശ്യം വന്നു കഴിഞ്ഞാൽ കൽപ്പറ്റ RRT ഉൾപ്പെടെയുള്ള മുഴുവൻ സംവിധാനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഞങ്ങൾ ഈ പ്രശ്നം പരിഹരിക്കാറുള്ളത്. അതുപോലെ തന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ ഒരു അനിഷ്ട സംഭവമാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന പൂളക്കുന്ന് മേഖലയിൽ വൈകുന്നേരം ഒരു 8 മണിയോട് കൂടിയിട്ട് നമുക്കൊരു കോള് വരുന്നു. 24/4/2025 മേപ്പാടി റേഞ്ച് വൈത്തിരി ഫോറസ്റ്റ് സ്റ്റേഷൻ പൂളക്കുന്ന് ഭാഗത്ത് അറുമുഖം എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഒരു കാട്ടാന ആക്രമിച്ചിട്ടുണ്ട് എന്ന വിവരം ലഭിക്കുകയുണ്ടായി. അതേ തുടർന്ന് ഞാനും വൈത്തിരി ഫോറസ്റ്റ് സ്റ്റേഷൻ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസറും RRT സംഘവും ഈ സ്ഥലത്ത് എത്തുകയും തുടർ പരിശോധനകൾ നടത്തിയിട്ടുള്ളതുമാണ്. പ്രാഥമിക പരിശോധനയിൽ കാട്ടാനയുടെ ആക്രമണം മൂലമാണ് മരണമെന്നാണ് മനസ്സിലാക്കിയത്. അവിടെ തടിച്ചുകൂടിയ ജനങ്ങളോട് കാര്യങ്ങൾ വിശദീകരിക്കുകയും ബോഡി എത്രയും പെട്ടെന്ന് തന്നെ ആശുപത്രിയിലേക്ക് നീക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ചെയ്തിട്ടുള്ളതുമാണ്. തുടർന്ന് പിറ്റേ ദിവസം സുൽത്താൻ ബത്തേരി താലൂക്ക് ആശുപത്രിയിൽ വെച്ച് നടത്തിയ ഇൻക്വസ്റ്റിലും പോസ്റ്റ്മോർട്ടത്തിലും ടിയാൻ്റെ മരണം കാട്ടാനയുടെ ആക്രമണം മൂലമാണെന്ന് സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. ആർമോന് ജോലി മേപ്പാടിയായിരുന്നു. മേപ്പാടി ജോലി കഴിഞ്ഞ് വരുന്ന വരവിലാണ് ആനയെ കണ്ടിട്ടില്ല. മൂപ്പര് മുന്നിൽ വന്ന് പെട്ട് 10-60 കൊല്ലമായിട്ടാണ് ഇവിടെ ജീവിക്കണത്. മൂപ്പര് പയ്യന്മാരൊക്കെ നാട്ടിലാണ്. മൂപ്പര് ഒറ്റക്കായിരുന്നു ഇവിടെ, വല്യമാരുമില്ല. അങ്ങനെ മൂപ്പര് എന്നും ഇവിടെ എത്തിപ്പെടണം, സ്വന്തം വീടല്ലേ, വീട്ടിലേക്ക് എത്തിപ്പെടണം എന്നുള്ള ചിന്താഗതിയിൽ വന്നതാണ്. ആന ഉണ്ടാവും എന്നുള്ള മൂപ്പരും അറിയില്ല, ആരും അറിയില്ല. അങ്ങനെ വരുന്ന വരവിൽ മൂപ്പര് രാത്രിക്കുള്ള ഭക്ഷണവും കാര്യങ്ങളൊക്കെ കയ്യിലുണ്ടായിരുന്നു, പഴവും കാര്യവും എല്ലാം ഉണ്ടായിരുന്നു. അതൊക്കെ മൂപ്പര് വരുന്ന വരവിലാണ് ഇങ്ങനെ തട്ടി തെറിപ്പിച്ച് ആന മൂപ്പര് ഇതാക്കി കളഞ്ഞ്. ചോറും പാത്രത്തിൽ കൈയിടുന്ന സമയത്താണ് ആന ചീറുന്നത്. അപ്പോൾ സാധാരണഗതിയിൽ കാട്ടിൽ ആന ചീറാണെങ്കിൽ വേറെ എന്തെങ്കിലും സംഭവിക്കാമെന്ന് വിചാരിക്കാം. ഇത് നമ്മൾ മെയിൻ എപ്പോഴും നടക്കുന്ന റോഡാണല്ലോ. വഴിയിൽ കരയുമ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവും എന്നേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അങ്ങനെ 2 പ്രാവശ്യം ചീറിയെന്നറിയും. 2 പ്രാവശ്യം ചീറിയപ്പോൾ നമുക്കൊരു സംശയം കുടുങ്ങി. അങ്ങനെ മേപ്പാടിക്ക് ആരൊക്കെ പോയവരാരൊക്കെ ഉണ്ട്. അപ്പോൾ 2 പേര് പോയിട്ടുണ്ടെന്ന് അറിഞ്ഞു. ഒരാൾ ഫോൺ ചെയ്ത് നോക്കുമ്പോൾ ഒരാൾ വീട്ടിലേക്ക് എത്തി, ഒരാളെ വരാത്തുള്ളൂ. അപ്പോൾ ഇയാൾ മാത്രമേ വരാത്തുള്ളൂ, ബാക്കി എല്ലാവരും വന്നു കഴിഞ്ഞു. അപ്പോൾ ഒരാളിനെ വിളിച്ച് ചോദിച്ചു നോക്കി. അവനെ വിളിച്ച് പറഞ്ഞ് 7:30 മണിക്ക് ഞങ്ങൾ ബദാമരത്തിൻ്റെ ചോട്ട് കൊണ്ട് ഇറക്കി വിട്ടിട്ടുണ്ട്. ഈ പ്രദേശം തെരുവുകളുക്കളൊന്നും തന്നെ ഇല്ലാത്തൊരു പ്രദേശമാണ്. ഉദ്ദേശം 8 മണിയോടെ കൂടിയാണ് അറുമുഖം എന്ന് പറയുന്ന വ്യക്തിയെ കാണാതായി അല്ലെങ്കിൽ വീട്ടിലെത്തിയില്ല എന്നുള്ളൊരു വിവരം നാട്ടുകാർക്ക് ലഭിക്കുന്നത്. അവർ നടത്തിയ തെരച്ചിലാണ് ടിയാൻ്റെ മൃതശരീരം തേയിലത്തോട്ടത്തിൽ നിന്നും ലഭിക്കുന്നത്. ആന തൊട്ടടുത്ത കടൂർ ഫോറസ്റ്റ് ഭാഗത്തു നിന്നും താഴെ ഭാഗത്ത് നീങ്ങിയപ്പോഴായിരിക്കാം അറുമുഖം ആനയുടെ മുമ്പിൽ അകപ്പെട്ടതും ഈ ദാരുണ സംഭവം ഉണ്ടായിട്ടുള്ളത്. അച്ഛൻ ദിവസം ഇവിടെയൊക്കെ ഒരു കടയിൽ, ഏലക്കടയിൽ പണിയെടുക്കുന്ന ആളാണ്. അങ്ങനെ പണിയെടുത്തിട്ട് ദിവസം പോയി വരുന്ന ആളാണ്. ഒരു ദിവസം ഒഴിവാക്കാണ്ട് ഡെയിലി പോയി വരുന്ന ആളാണ്. അങ്ങനെ പണിയെടുത്ത് വരുമ്പോൾ ഈ സംഭവം കയ്യിലിട്ട് വരച്ചുണ്ട്, എല്ലാം ഉണ്ട്, ഭക്ഷണം കഴിക്കാനുള്ള എല്ലാ സാധനമുണ്ട്. അങ്ങനെ എല്ലാം വാങ്ങി വരുമ്പോഴാണ് ഇങ്ങനെ സംഭവിച്ചത്. அப்பா மீட்டு கடனை இடத்தும் பார்த்தோம், செத்து கிடந்தார். அது எல்லாம் முடிஞ்சிச்சு. ஆனால் அந்த இடத்த போய் பார்க்கும்போது ரொம்ப இதாக இருந்துச்சு. அதே மாதிரியே இனிமேல் இருக்கிற மக்களுக்கு நல்ல ஒரு இது ഗവൺമെൻറ് ചെയ്യുന്നു. അതേ സമയത്ത് തന്നെ നമ്മുടെ പട്രോളിംഗ് ടീമെല്ലാം തന്നെ സംഭവസ്ഥലത്തെത്തുകയും പരിസരം പരിശോധിക്കുകയും ആനയുടെ സാമീപ്യം പ്രദേശത്തുണ്ടെന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ആവശ്യമായ ക്രമീകരണങ്ങൾ ശരിക്കും അവിടെ നടത്തുകയുണ്ടായി.
എരുമക്കൊല്ലി ഭാഗത്ത് ആനയുടെ എന്തെങ്കിലും പ്രസൻസ് കണ്ടിട്ടുണ്ടോ? ഒരുപാട് ഇഷ്യൂസുകൾ ഉണ്ടായെങ്കിലും അന്ന് ജനങ്ങൾ ആവശ്യപ്പെട്ട കുറച്ച് കാര്യങ്ങൾ, കുങ്കിയാനയെ കൊണ്ടുവന്ന് തിരച്ചിൽ നടത്തണമെന്നും അതോടൊപ്പം തന്നെ ആനയെ അസ്വാഭാവികമായി എന്തെങ്കിലും വിഷയങ്ങളുള്ള ആനയാണെങ്കിൽ അതിനെ മയക്കൊഴിച്ച് കൊണ്ടുപോകണം എന്നും ആളുകൾ അറിയിക്കുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ റിപ്പോർട്ട് സമർപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അത്തരത്തിലൊരു ഉത്തരവ് നമുക്ക് ലഭിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതേ തുടർന്ന് കുങ്കിയാനകളെ മുത്തങ്ങ ആനപ്പന്തിയിൽ നിന്നും എത്തിക്കുകയുണ്ടായി. ഉണ്ണികൃഷ്ണൻ, വിക്രം എന്ന് പറയുന്ന കുങ്കിയാനകളെയാണ് പൂളക്കുന്ന് ഭാഗത്ത് എത്തിച്ചത്. ഇവരെ ഉപയോഗിച്ച് കുങ്കി പാട്രോളിംഗ് നടത്തുകയും പരമാവധി ആ പ്രദേശത്ത് തമ്പടിച്ചിരുന്ന കാട്ടാനകളെ ഉൾവനത്തിലേക്ക് തുരത്തിയിട്ടുമുണ്ട്. കുങ്കിയാനകളെ കൊണ്ടുവന്ന് ഏകദേശം ഒരു 7 ദിവസം വരെ നമ്മൾ അവിടെ തെരച്ചിൽ തുടർന്നു. അതായത് 2-ാം തീയതി വരെ നമ്മൾ കുങ്കിയാനകളെ കൊണ്ടുവന്ന് തെരച്ചിൽ നടത്തുകയുണ്ടായി. അവര് കയറി നോക്കി, അതുവരെ നമ്മളിവിടെ ഉണ്ടാവും. നമ്മൾ ഈ ഭാഗത്ത് തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുന്ന കുങ്കി ഓപ്പറേഷൻ്റെ ഭാഗമായിട്ട് ഇന്നൊരു മാസ് പട്രോളിംഗ് നടത്താനുള്ള ഉദ്ദേശമാണ്. നമ്മുടെ മുഴുവൻ ടീമും, അതായത് 2 സ്റ്റേഷൻ, വൈത്തിരി സ്റ്റേഷൻ, മുണ്ടക്കൈ സ്റ്റേഷൻ, ആറാട്ടി ടീം, പിന്നെ മേൽപ്പാടി ടീം, കൽപ്പറ്റ, മൊത്തം ടീമിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു മാസ് കോമ്പിങ് നടത്തുന്നു. കഴിഞ്ഞ 3 ദിവസങ്ങളായി ഇവിടെ തുടർച്ചയായി നടത്തിയ പരിശോധനയുടെ ഫലമായിട്ട് ആനകളിൽ നിന്ന് മൂവ് ചെയ്തായിട്ടാണ് നമുക്ക് കാണുന്നത്. അതൊന്നുകൂടി ഉറപ്പുവരുത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഇന്ന് നമ്മൾ ഈ ഒരു കോമ്പിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. പ്രാക്ടീസ് ടീംസ് ഓൾറെഡി ഫീൽഡിലുണ്ട്, അവരുടെ ഡയറക്ഷനും നോക്കും. അതോടൊപ്പം തന്നെ മൊത്തം ടീമിനെ ഉൾപ്പെടുത്തി എല്ലാ ഏരിയകളിലും പരിശോധിപ്പിച്ച് ആന ഇല്ല എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിക്കൊണ്ടാണ് ഇന്നിങ്ങനെ ഒരു ഓപ്പറേഷൻ സംഘടിപ്പിച്ചിട്ടുള്ളത്. നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ആനകളുള്ള സ്ഥലങ്ങളിലേക്ക് കുങ്കിയാനകളെ കൊണ്ട് ചെല്ലുമ്പോൾ ഇവർ ആ തമ്പടിക്കുന്ന അല്ലെങ്കിൽ ഇവർ ആ റെസ്റ്റ് എടുക്കാൻ വേണ്ടി എടുത്ത സ്ഥലങ്ങളിൽ അവിടെ ഒരു ഡിസ്റ്റർബൻസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഡിസ്റ്റർബൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഈ ആനകൾ അവിടെ നിന്ന് പിൻവാങ്ങി ഉൾക്കാടുകളിലേക്ക് കയറിപ്പോകും. അപ്പം അതാണ് നമ്മൾ ഈ കുങ്കിയാനകളെ കൊണ്ട് ഉദ്ദേശിക്കുന്ന ഏറ്റവും ആദ്യത്തെ പോയിന്റ്. രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ പൂവാത്ത ആനകൾ. കാരണം ഒരു ആനക്കൂട്ടത്തിൽ തന്നെ പല പല സ്വഭാവങ്ങളുള്ള ആനകളുണ്ടാവും. അപ്പോൾ പൂവാത്ത ആനകളുണ്ടെങ്കിൽ അവരെ നമ്മുടെ പടക്കവും ഗണ്ണും പിന്നെ കുങ്കിയാനകളെയും വെച്ച് വിരട്ടി ഓടിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. ജനങ്ങളുടെ ഭീതി അകറ്റുന്നതിന് വേണ്ടിയിട്ടും ക്രിയാത്മകമായിട്ട് ഇടപെടുന്നതിന് വേണ്ടിയിട്ടും മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടും കുങ്കിയാനകളുടെ സേവനം പരമാവധി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ മേഖലകളെല്ലാം തന്നെ നേരത്തെ ആനയുടെ സാമീപ്യമുള്ളതും അതോടൊപ്പം തന്നെ പലപ്പോഴും നമ്മുടെ പട്രോളിംഗ് ടീം ആ ഭാഗത്തൂടെ ഉണ്ടാവാറുണ്ട്. പല സമയങ്ങളിലും ജോലി കഴിഞ്ഞ് മടങ്ങുന്ന ആളുകളെ നമ്മുടെ പട്രോളിംഗ് വാഹനത്തിൽ തന്നെ നമ്മൾ വീടുകളിലോ അല്ലെങ്കിൽ ഉന്നതികളിലോ ഒക്കെ തന്നെ എത്തിക്കാറുമുണ്ട്. ഇനി തുടർന്നും ഇത്തരത്തിലുള്ള വനമേഖലകളിൽ നമ്മൾ പട്രോളിംഗ് വളരെ ശക്തമാക്കുകയും ആളുകൾക്ക് ഇത്തരത്തിൽ രാത്രികാലങ്ങളിൽ എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ പട്രോളിംഗ് ടീമുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് അവരെ ഉന്നതികളിലോ അല്ലെങ്കിൽ അവരുടെ വനത്തിനോടടുത്ത വീടുകളിലോ എത്തിക്കാൻ സാധിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോഴും നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളെ ഈ ഉന്നതിയിൽ റോഡ് വലിയ ഒരു പ്രശ്നമുള്ളൊരു കാര്യമാണ്. കാരണം ഒരു പകുതി ഭാഗം പോലെ ഞാൻ മെമ്പറായി വന്നതിൻ്റെ ശേഷം ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ശേഷം പകുതി ഇനിയും ചെയ്യാനുണ്ട്. അപ്പം അത് എന്തെങ്കിലും പൂർത്തിയാക്കി കൊടുക്കുക. അതുപോലെ തന്നെ ഈ ലൈറ്റും റെഡിയായി കിട്ടിയാൽ ഇവിടുത്തെ ഒരുവിധം പ്രശ്നങ്ങളൊക്കെ തീരും. കാരണം ഇപ്പം കുങ്കിയാന വന്നിട്ടുണ്ട്, മാക്സിമം അവർ ചെയ്യണ കാര്യങ്ങളൊക്കെ അവർ നോക്കി ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾക്ക് പ്രത്യേകിച്ച് നമ്മളെ പഞ്ചായത്തും അതേപോലെ ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, എം എൽ എയുടെ വന്നിരുന്നു. അവരെ സന്ദർശിച്ചു. മൂപ്പരെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇവിടുന്ന് ലൈറ്റിൻ്റെ കാര്യം, റോഡിൻ്റെ കാര്യം, അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ എം എൽ എ ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് റോഡും ഈ ലൈറ്റും വന്നു കഴിഞ്ഞാൽ തന്നെ ഇവിടെ ഒരു പകുതിയിൽ ഏറെ പ്രശ്നങ്ങൾ തീരും.
നമ്മുടെ നാട്ടിലൊക്കെ ഈ വന്യമൃഗ ശല്യം ഇങ്ങനെ ഉണ്ടാവുന്ന സംഭവം നമ്മൾ തുടരെ ഇങ്ങനെ കേൾക്കുമ്പോൾ ഒരു നാട്ടുകാർ അല്ലെങ്കിൽ ഈ പ്രദേശത്തൊക്കെ ജീവിക്കുന്ന ആളുകൾ എന്നുള്ള നിലക്ക് നമ്മളും കുറച്ച് ജാഗ്രത പുലർത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നുള്ളൊരു മെസ്സേജാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നമുക്കറിയാം, നമ്മൾ രാത്രിയിലൊക്കെ ഇപ്പോൾ മേപ്പാടിയിലൊക്കെ പെട്ട് അല്ലെങ്കിൽ നമ്മൾ വല്ല കല്യാണത്തിനോ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് അസമയമാകുമ്പോൾ ഇതിലെ ഈ ആന കൂടുതലുള്ള ഏരിയ ആണെങ്കിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണമോ, വേണ്ടപ്പെട്ട ആളുകളെ, നമ്മുടെ കുടുംബം മറ്റാരെയാണോ അറിയിക്കേണ്ടത് അറിയിക്കുന്ന ആളുകളെ അറിയിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ അസമയത്തുള്ള യാത്രകൾ എന്നുള്ള ഒരു കാര്യം കൂടിയും നമ്മൾ ശ്രദ്ധിക്കണമെന്നാണ് എനിക്ക് വിനീതമായിട്ട് നിങ്ങളോട് പറയുവാനുള്ളത്. ഈ ഒരു മരണം നടന്ന പ്രദേശം താരതമ്യേന വനങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു മേഖലയാണ്. ചെറിയ ചെറിയ വന തുരുത്തുകളാൽ ചുറ്റപ്പെട്ട മേഖലയാണ്. കടൂരാണെങ്കിലും പൂളക്കൊല്ലിയാണെങ്കിലും എരുമക്കൊല്ലിയാണെങ്കിലും ചേമ്പ്രയുടെ താഴ്വാരങ്ങളായിട്ടുള്ള ഭാഗങ്ങളാണ്. ഈ പ്രദേശങ്ങളിലെല്ലാം തന്നെ കഴിവതും രാത്രി സഞ്ചാരം ഒഴിവാക്കേണ്ടതാണ്. കാരണം ഈ കാട്ടാനയുടെ ഒരു ജനവാസ മേഖലയിലേക്ക് ഉള്ള ആ ഒരു വരവ് കൂടുതലും രാത്രി കാലങ്ങളിലായതുകൊണ്ടാണ്, സന്ധ്യാനേരം കഴിഞ്ഞിട്ടുള്ള സമയമായതുകൊണ്ടാണ്. അപ്പോൾ ആ സമയത്തെല്ലാം തന്നെ ഈ വനപാതയിലൂടെ അല്ലെങ്കിൽ വനത്തിൻ്റെ ഓരത്തോടെ ഉള്ള പാതയിലൂടെയാണെങ്കിലുള്ള സഞ്ചാരം കഴിവതും ഒഴിവാക്കേണ്ടതാണ്. കൂടാതെ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വനപാതയിലൂടെയോ അല്ലെങ്കിൽ വനത്തോട് ചേർന്നിട്ടുള്ള പ്രദേശങ്ങളിലൂടെയുള്ള സഞ്ചാരവും പരമാവധി ഒഴിവാക്കേണ്ടതാണ് എന്നുള്ള ഒരു അഭ്യർത്ഥനയും കൂടെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്.